ഹായ് ഹലോ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് 34 ചെസ്റ്റ് അളവുള്ളൊരു പ്രിൻസസ് കട്ട് ബ്ലൗസ് ആണ്. ഞാൻ എൻ്റെ രീതിക്കാണ് ചെയ്യുന്നത്. എനിക്ക് അറിയുന്ന പോലെ ഞാൻ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ എൻ്റെ രീതിക്ക് വളരെ ഒരു നോർമൽ ബ്ലൗസിൽ നിന്ന് അളവെടുത്തിട്ടാണ് ഞാൻ ഈ പ്രിൻസസ് കട്ട് ബ്ലൗസ് ചെയ്യാനായിട്ട് പോണത്. ആദ്യം തന്നെ ഞാൻ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ ബാക്ക് ഓപ്പൺ ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാണ് ബാക്കിയുള്ള അളവുകളൊക്കെ നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനൊരു 5.25 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യാണ് കേട്ടോ. നോർമൽ ബ്ലൗസിൽ നിന്ന് അളവ് എടുത്തിട്ടാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. 5.25 ഇഞ്ച് ഞാൻ കൊടുത്തു. ഈ 5.25 ഇഞ്ച് വന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത് അനുസരിച്ചിരിക്കും നമ്മുടെ ഷോൾഡർ വരുന്നത്. ഞാൻ ഈ ബാക്ക് നെക്കിൻ്റെ ഇറക്കം വേണ്ടത് 7 ഇഞ്ചാണ്. അതുകൊണ്ടാണ് ഇവിടെ ഷോൾഡർ 5.25 ഇഞ്ച് കൊടുത്തത്. ഇനി ഞാൻ ഇവിടുന്ന് ആം ഹോള് ഒരു 6 ഇഞ്ച് കൊടുക്കുകയാണ് കേട്ടോ. വളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 സൈഡിൽ നിന്നൊക്കെ ടേപ്പ് ചളന്ന് നോക്കുന്നത്. ഇനി ഞാനിവിടെ ഈ ആം റൗണ്ട് എത്രയുണ്ടെന്നുള്ളതൊന്ന് എൻ്റെ ഈ ബ്ലൗസിൽ നിന്ന് ഞാൻ ഈ ആം റൗണ്ട് എത്രയുണ്ടെന്നൊന്ന് അളന്ന് നോക്കുകയാണ്. കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ടാപ്പ് ഇങ്ങനെ ചുറ്റി ചുറ്റി എടുത്ത് നോക്കുക. ഇവിടെ 7.5 ആം റൗണ്ട് വരുന്നത്. പിന്നെ നമുക്കിവിടെ ആം റൗണ്ട് മാർക്ക് ചെയ്യാം. ഇത് ചെസ്റ്റ് അളവ് 34 അപ്പം ഞാനിവിടെ 8.5 ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. ഷോൾഡർ സ്ലോപ്പ് കൊടുത്തോട്ടുന്നാണ് ഇനി ബാക്കിയുള്ള അളവുകളൊക്കെ എടുക്കേണ്ടത്. ഇവിടെ നിന്ന് ഒരിക്കലും അളവ് എടുക്കരുത്. ഷോൾഡർ സ്ലോപ്പിൻ്റെ അവിടെ നിന്നാണ് ബാക്കി അളവ് എടുക്കേണ്ടത്. ഇതിൻ്റെ ഹാഫ് 5.5യുടെ ഹാഫ് എടുത്തിട്ട് ഇനി ഇതിൻ്റെ ഹാഫ് മാർക്ക് ചെയ്യാം. ഈ 2 പോയിന്റും വെച്ചിട്ടാണ് നമ്മൾ ഈ ഫ്രഞ്ച് കർവ് വെച്ച് ആം ഹോൾ വരയ്ക്കുന്നത്. ഫ്രഞ്ച് കർവ് ഇല്ലെങ്കിലും നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് ഇത് വരച്ച് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള കാരണമാണ് ഞാനിത് വെച്ച് ചെയ്തത്. നമുക്കിത് ചുറ്റിയിട്ട് നമുക്കിത് എത്ര ഉണ്ടെന്ന് നോക്കാം. 7 ഇഞ്ച്. അപ്പോൾ നമുക്കിവിടെ ആം റൗണ്ട് അളന്നപ്പോൾ കിട്ടിയത് 7.5 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ഈ ആം റൗണ്ട് അളക്കുമ്പോൾ 7.5 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. എനിക്കിവിടെ കറക്റ്റ് 7.5 ഇഞ്ച് കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് അളന്ന് നോക്കുമ്പോൾ 7.5 ഇഞ്ച് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ഈ ലൈനൊന്ന് നമുക്ക് കുറച്ചും കൂടി ഒന്ന് താഴ്ത്തി ഈ 6 ഇഞ്ച് എന്നുള്ളത് നമ്മളിവിടെ 6 ഇഞ്ച് എന്നുള്ള എടുത്തില്ലേ, 6 ഇഞ്ച് എന്നുള്ള ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് നോക്കണം. എന്നിട്ടും കിട്ടണില്ലാണ്ട് നമ്മൾ ഇതുപോലെ ഈ ആം റൗണ്ട് എത്ര കിട്ടുന്നുണ്ടോ അതുപോലെ ഒന്ന് എടുത്ത് പിന്നെ താഴത്തോട്ട് വരച്ച് നോക്കിയിട്ട് വേണം ആം റൗണ്ട് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഈ ആം റൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനും ഇക്വേഷൻസ് ഉണ്ട്. അതിവിടെ പറയണില്ല. ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചിട്ടാണ് ആം റൗണ്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ഞാൻ തയ്യൽ തുമ്പ് ഇടുന്നുണ്ട്. ഞാനിവിടെ നെക്ക് വിഡ്ത്ത് ഒരു 2.5 ഇഞ്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് 7 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. ഞാൻ 7 ഇഞ്ച് തന്നെ കറക്റ്റ് മാർക്ക് ചെയ്യണം. കാരണം നമ്മളിവിടെ ഷോൾഡർ കൂട്ടിയടിച്ച് പോകുമ്പോൾ ക്യാൻവാസ് ആണ് വെക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് 7 ഇഞ്ച് തന്നെ കിട്ടും. നമ്മളിവിടെ കൂട്ടിയടിക്കുമ്പോൾ 6.5 ഇഞ്ചായിട്ട്. ക്യാൻവാസ് അല്ല വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 6.5 ഇഞ്ച് കൊടുത്താലും മതി. ഒരു 1/2 ഇഞ്ച് ഇവിടെ കിട്ടുമല്ലോ. ഞാനിവിടെ 2.5 ഇഞ്ച് കൊടുത്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇതാണിപ്പോൾ ഞാൻ വേണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഇങ്ങനെ കുറച്ചും കൂടി ഉള്ളിലോട്ടാക്കിയിട്ട് ഞാൻ മാർക്ക് ചെയ്യാം കേട്ടോ. ഞാൻ അത്യാവശ്യം വൈഡായിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് നല്ലപോലെ വൈഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1/2 ഇഞ്ച് ഇപ്പുറത്തോട്ട് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ചെരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം വിരിവിന് നല്ല, ഇവിടെ 2 ഇഞ്ചാണല്ലോ, അപ്പോൾ ഇവിടെ അത്യാവശ്യം വിരിവിന് നല്ല നെക്ക് ഇങ്ങനെ കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടും. ഞാനിപ്പോൾ അത്രയും രീതിയിൽ എടുക്കണില്ല. എനിക്ക് നെക്ക് മതി. ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെതായ രീതിക്കാണ് പറഞ്ഞു തരുന്നത്. എനിക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. എനിക്കിവിടെ 14 ഇഞ്ചാണ് എനിക്ക് ലെങ്ത് വേണ്ടത്. ഞാനിവിടെ 14 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. ഷോൾഡർ സ്ലോപ്പ് ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കണം. അരയിഞ്ചാണ് ഞാൻ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തത് കേട്ടോ. എനിക്ക് ഞാനിവിടെ 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴോട്ട് ഞാനൊരു ഇവിടെ ഒരു 1/2 ഇഞ്ച് പോകും. പിന്നെ ഇവിടെയും ഒരു 1/2 ഇഞ്ച് പോകും. ഞാനിവിടെ ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ ഇടാണ്. താഴെ എത്രയാണ് നിങ്ങൾ വണ്ണം എന്നുള്ളത് മാർക്ക് ചെയ്യുക. ഇവിടെ താഴെ എനിക്ക് വേണ്ട വണ്ണം 6.5 ഇഞ്ചാണ്.
ഞാൻ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ 2 ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പ് ഇട്ടത്. അപ്പോൾ ഇവിടെയും ഞാൻ 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടു. എന്നിട്ട് ഇതൊന്ന് ജോയിന്റ് ചെയ്തെടുക്കാണ്. ഇതാണ് നമ്മുടെ തയ്യൽ തുമ്പ് വരുന്ന ഭാഗം. അപ്പോൾ ബാക്ക് പോർഷൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് ഇപ്പോൾ കട്ട് ചെയ്യണില്ല, ഞാൻ ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഞാൻ കട്ട് ചെയ്തെടുക്കണുള്ളൂ. നമുക്ക് ഈ ഭാഗം ഒന്ന് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്യണില്ല, ഞാൻ ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യണുള്ളൂ. നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അതെടുത്തിട്ട് 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കാം. ഹാഫ് ഇഞ്ച് ഉള്ളിലോട്ട് മടക്കിയിട്ട് കറക്റ്റ് ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിനൊക്കെ ഇപ്പോൾ മാർക്ക് ചെയ്ത് നോക്കണ്ട. നിങ്ങൾക്ക് ഇപ്പോൾ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ കട്ട് ചെയ്ത് ഞാൻ ക്യാൻവാസാണ് ബാക്കിലും വെച്ച് കൊടുക്കണം. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് എടുക്കണില്ല. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് വേണ്ടത് 6 ഇഞ്ചാണ്. ഞാനിപ്പോൾ 6 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഞാനിപ്പോൾ വരയ്ക്കുന്നത് ഞാൻ ക്യാൻവാസിലാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ തുണി ലൈനിങ്ങിൽ തന്നെ എങ്ങനെയാണ് നെക്ക് മാർക്ക് ചെയ്യണമെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. 2.5 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 2 ഇഞ്ചോളം, ഞാനിപ്പോൾ ഒരു 2 ഇഞ്ചോളം മാർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ നിങ്ങോട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇവിടെ നിന്ന് ഞാനൊരു 1/2 ഇഞ്ച് പുറത്തോട്ട് തള്ളിയിട്ടുണ്ട്. എന്നിട്ട് 1/2 ഇഞ്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ഞാനിനി നെക്ക് മാർക്ക് ചെയ്തത് ഇവിടെ താഴെ 2.5 ഇഞ്ച് കൊടുത്തു. ഇവിടെ നിന്ന് ഒരു 2 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് കൈകൊണ്ട് വരയ്ക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വരയ്ക്കാൻ. ഞാനിപ്പോൾ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഒരു ഷേപ്പ് വരച്ച് കൊടുത്തു. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് പുറത്തോട്ട് തള്ളിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് നെക്ക് വരയ്ക്കണം, ജോയിൻ ചെയ്യണമല്ലോ ജോയിൻ ചെയ്ത് കൊടുത്തു. 2 ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യണം. ഞാനപ്പോൾ ഇതിൻ്റെ ഹാഫ് ഉള്ളിലോട്ട് ഒരു 1/2 ഇഞ്ച് കുഴിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ് കേട്ടോ ആം ഹോള് കുഴിച്ച് വെട്ടാം. എന്നിട്ട് ഫ്രണ്ട് ആം ഹോള് നമ്മൾ ബാക്ക് ആം ഹോളിനേലും കുറച്ച് കൂടുതലായിരിക്കും ഫ്രണ്ടിൽ, കാരണം കുഴിച്ച് വെട്ടുമ്പോൾ കുറച്ച് കൂടുതൽ വേണം. നമ്മൾ നേരത്തെ 7 ആണെങ്കിൽ ഇപ്പോൾ ഒരു 7.25 വേണം. അപ്പം ഞാനിവിടെ വരച്ചിട്ട് നോക്കട്ടെ. അപ്പം ഞാൻ വരച്ചിട്ടുണ്ട്, ആം ഹോള് കുഴിച്ച് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് 7.25 ഉണ്ടോ എന്ന് നോക്കണം. എനിക്ക് കറക്റ്റ് 7.25 കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് കഴിഞ്ഞു. ഇനിയാണ് നമുക്ക് പ്രിൻസസ് കട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ ബസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യണം. ഇവിടെ നിന്ന് ഒരു 1/2 താഴ്ത്തിയിട്ടാണ് മാർക്ക് ചെയ്യണം. ഞാൻ കറക്റ്റ് തയ്യൽ തുമ്പ് ഒരു 1/2 ഇഞ്ച് പോകുമല്ലോ, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മാർക്ക് ചെയ്യണത്. 10 ഇഞ്ചാണ് ബസ്റ്റ് പോയിന്റ് വരുന്നത്. അപ്പം ഞാൻ 10 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇത് നമുക്ക് BP to BP വേണം. 2 ബസ്റ്റ് പോയിന്റുകൾ തമ്മിലുള്ള അകലം വേണം. ഞാനിവിടെ ഒരു 3.25 എനിക്ക് വേണം. 3.25 ഞാനിവിടെ മാർക്ക് ചെയ്യാണ്. നമുക്ക് സെയിം 3.25 ഇഞ്ച് താഴെ മാർക്ക് ചെയ്യാം. ഞാൻ മാർക്ക് ചെയ്തതും തമ്മിൽ ഇങ്ങനെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കും. ഇവിടെ നിങ്ങോട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്തു. വീണ്ടും നമ്മൾ 14 ഇഞ്ച് എവിടെയാണ്? 14 ഇഞ്ച് വരുന്നത് ഇവിടെയാണ്. നമ്മൾ 14 ഇഞ്ച് വരുന്നത്. നമ്മൾ ആക്ച്വൽ ലെങ്ത് നമുക്ക് ഇത്രയാണ് വേണ്ടത്. ഇവിടെ വരെ ഞാൻ ഒരു 2 ഇഞ്ച് മുകളിലോട്ട് വരച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. ഇതിങ്ങനെ വളച്ച് ഇങ്ങനെ വരച്ചു കൊടുക്കണം. ഇങ്ങനെയാണ് വരച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് ഇങ്ങോട്ട് വരച്ചു കൊടുക്കണം. ചിലവർ ഇവിടെ ഒരു 1/4 ഇഞ്ച് ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കും. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യണില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഒറ്റ കട്ടിങ് ആയിട്ട് കൊടുക്കണുള്ളൂ.
കഴിഞ്ഞിട്ടില്ല. ഇനി എന്ത് മാർക്കിങ്സ് നമ്മളിവിടെ 2 ഇഞ്ച് പോകുമല്ലോ, അപ്പോൾ നമ്മളിവിടെ എക്സ്ട്രാ ഒരു 2 ഇഞ്ച് കൂടി ഇട്ട് കൊടുക്കണം. കാരണം ഇവിടെ 2 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് പോകും, പിന്നെ ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് പോകും, പിന്നെ ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് പോകും. അപ്പോൾ നമ്മളിവിടെ വേറൊരു 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഞാനിവിടെ മാർക്ക് ചെയ്ത് നോക്കണം. ഇവിടെ 1/2 ഇഞ്ച് പോകും, ഇവിടെ ഒരു 1/2 ഇഞ്ച് പോകും. ഇത് കട്ട് ഇത് നമുക്ക് പോകും. വീണ്ടും ഒരു നമ്മളിവിടെ 2 ഇഞ്ച് പോകുമല്ലോ, അപ്പോൾ ഞാനിവിടെ ആദ്യം കൂടെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ 2 ഇഞ്ച് കൊടുത്ത് പുറത്തേക്ക് കൊടുത്ത് വീണ്ടും ഒരു 2 ഇഞ്ച് ഞാൻ അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് പോകണം, സ്റ്റിച്ച് ചെയ്ത് പോകണമൊക്കെ വെച്ചിട്ട് നമുക്കിവിടെ 6.5 ഇഞ്ച് കിട്ടണുണ്ടോയെന്നൊന്ന് നോക്കാം. ഞാനിങ്ങനെയായിട്ട് ചെയ്യണത് 3 ഇഞ്ച് ഇവിടെ 1.5 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്. നമുക്ക് 6.5 ഇഞ്ച് ഇവിടെ വരെയാണ് ലെങ്ത്ത് ശരിക്കും നമുക്ക് വിട്ട് വേണ്ടത്. ഇത് നമ്മുടെ തയ്യൽ തുമ്പ് 2 ഇഞ്ചാണ് കേട്ടോ. ഇവിടെ നമുക്കൊരു 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1.5 ഇഞ്ച് കൂടി എക്സ്ട്രാ ഇടാം കേട്ടോ. നമ്മളെടുത്ത് പ്രിൻസസ് കട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ താഴോട്ട് കുറച്ച് 1/2 ഇഞ്ച് 1 ഇഞ്ചൊക്കെ താഴോട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ച് ഞാൻ താഴോട്ടൊരു 3/4 ഇഞ്ച് ഞാനൊരു വീണ്ടും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് നെക്കൊന്ന് ക്യാൻവാസിൽ കട്ട് ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഒട്ടിക്കുന്ന ഭാഗം നമ്മൾ ഉള്ളിലോട്ടാക്കിയിട്ട് മടക്കിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇന്നിപ്പോൾ 2 ആക്കി മടക്കിയിട്ടുണ്ട്. ക്യാൻവാസ് ആയതുകൊണ്ട് കറക്റ്റ് നമ്മൾ 2.5 ഇഞ്ച് തന്നെ ആവും. അപ്പോൾ ഞാനിവിടെ ഒരു 2.25 കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാനൊരു 2.25 കൊടുക്കുന്നുണ്ട്. അവിടെ നമ്മൾ തുണി വെച്ചിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ 2.5 ഇഞ്ച് തന്നെ കൊടുത്തിട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ക്യാൻവാസ് വെക്കണ 2.25 കൊടുക്കുന്നുണ്ട്. താഴോട്ട് 6 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കേണ്ട. 6.5 ഇഞ്ചാണ് നമ്മുടെ നെക്ക് വേണ്ടത്. നമ്മൾ ഇവിടെ ഒരു ഷോൾഡർ പോണ കാരണം 6.5 എന്നുള്ളത് 6 ആയി പോകും. നമ്മൾ തുണിയിലാണ് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ അടിക്കുമ്പോൾ മടങ്ങി പോകും. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഞാൻ ക്യാൻവാസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നത്. തുണിയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കണ്ട, നമ്മൾ കറക്റ്റ് തന്നെ കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 2 ഇഞ്ച് പൊടിക്കൊന്ന് കുറച്ചും കൂടി കയറ്റാം. 2 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ നിങ്ങോട്ട് ഷേപ്പ് ചെയ്തെടുക്കാണ്. ഇങ്ങോട്ട് ഞാൻ ഷേപ്പ് ചെയ്തെടുക്കാണ്. ഇവിടെ ഒരു 1/2 ഇഞ്ച് പുറത്തോട്ട് തള്ളി നമ്മൾ നേരത്തെ ചെയ്തോളൂ. ഇവിടെ ഒരു 1/2 ഇഞ്ച് പുറത്തോട്ട് തള്ളി ഉണ്ട്. ഒരു 1/2 ഇഞ്ച് കറക്റ്റ് പുറത്തോട്ട് തള്ളി ഇവിടെ നിന്ന് ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കാം. 2 ഇഞ്ച് എന്നുള്ളത് ഒരു 1/4 ഇഞ്ച് താഴ്ത്താനിട്ടുള്ള താഴോട്ട് ഇവിടെയാണ് ഞാൻ നെക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു ഇഞ്ച് ഇവിടെ എടുത്ത 1 ഇഞ്ച് വീതിയിൽ ഇതുപോലെ 1 ഇഞ്ച് കൊടുത്തിട്ട് ക്യാൻവാസ് നമുക്ക് കട്ട് ചെയ്യാം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ തുണി കട്ട് ചെയ്യുന്ന കത്രിക വെച്ചിട്ട് ഒരിക്കലും ക്യാൻവാസ് കട്ട് ചെയ്യരുത്. നമ്മൾ പേപ്പർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തുണി വെട്ടുന്ന കത്രികയുടെ മൂർച്ച പോകുന്നത് എപ്പോഴും തുണി വെട്ടാൻ മാത്രം ഉപയോഗിച്ചാൽ മതിയാവും കേട്ടോ. എപ്പോഴും ക്യാൻവാസ് വെട്ടാനായിട്ട് ഞാനൊരു കടലാസ് വെട്ടുന്ന കത്രിക വെച്ചിട്ടാണ് ക്യാൻവാസ് വെട്ടുന്നത്. ഞാൻ അവിടെ കറക്റ്റ് നിൽക്ക് കട്ട് ചെയ്യാൻ കേട്ടോ. നല്ല മൂർച്ചയുള്ള കത്രിക എടുത്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കഴുത്ത് മലർന്നു പോവാതെ നമുക്ക് തുണിയിൽ വെച്ച് അയൺ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഭാഗം കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ചിലപ്പോൾ മലർന്നു പോകും. നമ്മൾ കൊടുത്ത അളവായിരിക്കില്ല ചിലപ്പോൾ കിട്ടുക. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തത്. ഇതാണ് എനിക്ക് വേണ്ട നെക്കിൻ്റെ ഷേപ്പ്. നമുക്ക് ഇതുപോലെ തന്നെ ബാക്ക് നെക്കും കട്ട് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ.
ബാക്കിലെ ക്യാൻവാസ് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ബാക്കിൽ ഓപ്പൺ ആണല്ലോ നമ്മൾ കൊടുത്തിരുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ടിരുന്നില്ലേ, അത് നമ്മൾ ചേർത്തിട്ട് വേണം ഇവിടെ നെക്ക് അടയാളപ്പെടുത്താനായിട്ട്. മുകളിൽ നമ്മൾ 2.25 ഇഞ്ച് തന്നെ കൊടുത്താൽ മതി. പക്ഷെ താഴെ വരുമ്പോൾ ഒരു 1/2 ഇഞ്ച് പുറത്തോട്ട് നിൽക്കുന്ന പോലെ ആയിരിക്കണം ചെയ്യേണ്ടത്, എങ്കിലേ അത് കറക്റ്റ് ആവുള്ളൂ. പ്രൊഫഷണൽസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് പറ്റാവുന്ന പോലെ സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാവർക്കും ഇത് ഈസി ആയിട്ട് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ സിമ്പിളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഞാൻ ആ നീല മഷിപ്പേനോണ്ട് ചെയ്തതാണ് നമ്മൾ നോർമലി നെക്ക് വരുന്നത്. റെഡ് വെച്ച് ചെയ്യുന്നതാണ് നമ്മൾ പുറത്തോട്ടാക്കിയിട്ട് ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് കാണിച്ചിരുന്നത്. മുകളിൽ നമ്മൾ നോർമലി കൊടുത്ത നെക്ക് വിഡ്ത്ത് തന്നെ മതി. താഴോട്ട് വരുമ്പോൾ ഒരു 1/2 ഇഞ്ച് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന പോലെ വരച്ചിട്ട് വേണം ഇതുപോലെ നെക്ക് വരച്ചെടുക്കാനായിട്ട്. ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഞാൻ പഫ് സ്ലീവാണ് വയ്ക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഇവിടെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തത്. നമുക്ക് ഇവിടെ നിന്ന് എത്രയാണ് വേണ്ടതെന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ എങ്ങനെയാണ് സ്ലീവ് മാർക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ 34 ഡിവൈഡഡ് ബൈ 4.6, ഇപ്പം എനിക്കൊരു 7.39 അങ്ങനെ എന്താണ് ഉത്തരം കിട്ടുന്നത്. അപ്പം ഞാനൊരു 7.25 ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് 7.25 എടുത്താൽ മതിയാകും. അപ്പം ഞാനിവിടെ 39 ആയതുകൊണ്ട് ഒരു 7.25 ഞാൻ ഇതിനെ റൗണ്ട് ചെയ്തെടുക്കാണ്. ഇവിടെ എത്ര വേണമെന്നുള്ളത് മാർക്ക് ചെയ്യാനുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ നോക്കിയത്. അപ്പോൾ ഇവിടെ 7.25 ഞാൻ റൗണ്ട് ചെയ്തു. പക്ഷെ നമ്മൾ ഒരിക്കലും 7.25 ഇവിടെ കറക്റ്റ് മാർക്ക് ചെയ്യേണ്ട. അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്താൽ മതി. 7.25 എനിക്ക് കിട്ടിയതെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്നൊരു 1/2 ഇഞ്ച് കുറച്ചിട്ട് അപ്പോൾ എനിക്ക് 7.25 കിട്ടുക. 7.25 ഞാനിവിടെ മാർക്ക് ചെയ്യണത്. ഇനി ഇവിടെ നിന്ന് നമുക്കൊരു 3.5 ഇഞ്ച്, ഇത് പൊതുവെ ഒരു 32, 34, 36 ഒക്കെ ഉള്ളവർക്കൊക്കെ 3.5 ഇഞ്ചിന് മതിയാകും. 3.5 ഇഞ്ചിനോട് മാർക്ക് ചെയ്തു. ഇനി ഇവിടെ നിന്ന് ഇങ്ങനൊരു ചെരിച്ചൊരു ലൈൻ കൊടുക്കാം. ലൈൻ കൊടുക്കുമ്പോൾ 7.25 നമുക്ക് കിട്ടണം. അപ്പോൾ എനിക്കൊരു 8 കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല, കുറയാതിരുന്നാൽ മതി, കൂടുതലായാലും കുഴപ്പമില്ല. ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. 8ന്റെ പകുതി 4 മാർക്ക് ചെയ്തിട്ട് അതിന് പുറത്തോട്ടൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്നൊരു 1.25 ഇഞ്ച് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അത്ര വേണ്ട. ഇങ്ങനെ ഞാനിവിടെ ഷേപ്പ് ചെയ്തെടുക്കാണ്. ഇനി നമുക്ക് എത്രയാണ് ലെങ്ത് വേണ്ടത് നോക്കാം. എനിക്ക് വേണ്ട ലെങ്ത് എന്ന് പറയുന്നത് 11 ഇഞ്ച് എനിക്ക് ലെങ്ത് വേണം. മടക്കി അടിക്കേണ്ട, ഞാൻ ലൈനിങ് അറ്റാച്ച് ചെയ്യണ കാരണം 1/2 ഇഞ്ച് ഇവിടെ ഷോൾഡർ ജോയിൻ സ്ലീവ് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു 1/2 ഇഞ്ച് കൊണ്ട് 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കണുള്ളൂ. ഞാനൊരു സ്ലീവിൻ്റെ റൗണ്ട് വരുന്നത് ഒരു 5 ഇഞ്ചാണ്. അപ്പോൾ ഞാനിവിടെ 5 ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട്. താഴത്തെ വണ്ണമാണ് കേട്ടോ, കൈയുടെ താഴത്തെ വണ്ണം, സ്ലീവിൻ്റെ അറ്റത്തെ വണ്ണമാണ് 5 ഇഞ്ച് വരുന്നത്. ഞാനൊരു 2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പുന്നുണ്ട്. ഇവിടെയും താഴോട്ടൊരു 2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് കൊടുക്കണം കേട്ടോ. ഇതിനെ നമ്മൾ ഇതുമായിട്ട് ജോയിൻ ചെയ്യണം. നമ്മൾ സ്ലീവിൻ്റെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇവിടെ ഒരു 1/2 ഇഞ്ച് കുഴിച്ച് വെക്കണം. ഞാനിപ്പോൾ ഇതിൻ്റെ ഹാഫില്ലേ, നമ്മൾ ഈ ഹാഫിൻ്റെ ഈ ഭാഗത്തുള്ള ഹാഫ് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഹാഫ് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് പുറത്തോട്ടൊരു 1/2 ഇഞ്ച് കുഴിച്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഇതാണ് 1/2 ഇഞ്ച്. ഇതാണ് നമ്മളെ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കിട്ടിയത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓരോരുത്തരുടെ ബോഡി മെഷർമെന്റ്സിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ സെയിം തന്നെ ആയിരിക്കുന്നില്ല നിങ്ങൾക്ക് വരുന്ന അളവ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് ചില വ്യത്യാസങ്ങളൊക്കെ വരും. 14 ഇഞ്ച് നോർമൽ സ്ലീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പഫ് സ്ലീവ് ആണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്യുന്നില്ല. അപ്പം നമ്മോട്ട് നമ്മൾ 3 ഇഞ്ച് എടുത്തില്ലേ, 3.5 ഇഞ്ച് 3 എടുത്താലും മതി. ഞാൻ 3.5 ഇഞ്ച് എടുത്ത് എന്നിട്ട് ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഷേപ്പ് പോലെ കട്ട് ചെയ്തെടുക്കണം. വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് നേർത്തിട്ടിട്ട് വേണം ഈ ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്യാൻ. ഒരുമിച്ചിട്ട് ഒരിക്കലും ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്യരുത്. ഫ്രണ്ട് ആം ഹോൾ ഇങ്ങനെ ഒഴിച്ച് കട്ട് ചെയ്യണ്ടേ. ഇപ്പം നമ്മുടെ ബ്ലൗസിൻ്റെ കട്ടിങ്സുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബാക്ക് പാർട്ടിൽ ഹുക്കും മയ്യും വെക്കാനുള്ളൊരു 2 പീസ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കണില്ല. അത് ഞാൻ ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യണുള്ളൂ. പിന്നെ 11 പീസുകൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ, അതൊക്കെ ഇതുപോലെ വെച്ചിട്ട്
കട്ട് ചെയ്തെടുക്കണം. സെയിം അളവിന് നമുക്ക് കട്ട് ചെയ്തിട്ട് വരാം. ഞാനിപ്പോൾ അത് കാണിക്കുന്നില്ല, കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ലൈനിങ്ങും നല്ല മെറ്റീരിയലും കൂടി ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ക്യാൻവാസ് ഇതുപോലെ ഒരു തുണിയിൽ അയൺ ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചൊന്ന് പതിച്ചടിച്ചിട്ട് വരാം. ഇനി നമ്മൾ ഫ്രണ്ടിലെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പോവാണ്. ഫ്രണ്ടിൽ നമുക്ക് 3 പീസായിട്ടാണ് വന്നിരുന്നത്. അതിൽ നെക്ക് വെക്കേണ്ട ഭാഗം എടുത്തിട്ട് ഇതുപോലെ മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ക്യാൻവാസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടില്ലേ, അതിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കിയിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും ചേർത്ത് വെക്കണം. ചേർത്ത് വെക്കുമ്പോൾ നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് വേണം പിൻ ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് അതിൽ ക്യാൻവാസിൽ കൊള്ളാതെ അരികത്ത് കൂടെ ആ ലൈൻ്റെ അരികത്ത് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം ബാക്കി വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഉള്ളിലോട്ട് മറിച്ചിട്ടെടുക്കാൻ പാകത്തിന് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം. ക്യാൻവാസ് വരുന്ന ഭാഗം അടിയിലെ തയ്യൽ തുമ്പ് ചേർത്ത് വെച്ചിട്ട് നമ്മളൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യണം. ഇവിടെ നല്ല തുണിയിൽ കൊള്ളാതെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ ഭാഗം ഉള്ളിലോട്ട് മടക്കിയിട്ട് പുറത്തു കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ഞാനിവിടെ ഹെമ്മിങ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ബാക്കിലെ നെക്ക് എങ്ങനെയാണ് ഫിനിഷ് ചെയ്തെടുക്കണമെന്ന് നോക്കാം. ഇങ്ങനെയല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ സെൻറ്റർ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ഇപ്പോഴാണ്. അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ക്യാൻവാസും സെൻറ്ററാക്കി മടക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ടാണ് ഞാൻ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ബാക്കിയൊക്കെ നമ്മൾ നോർമലി ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഫ്രണ്ടിലെ പീസസ് ഒക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. വീഡിയോയിൽ കാണുന്ന പോലെ നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് ചുളിവുകളൊന്നും വരാതെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിൽ ഹുക്കും അയ്യും വെക്കാനുള്ള പീസസ് കട്ട് ചെയ്തെടുക്കണം. 3 ഇഞ്ച് വീതിയിലാണ് ഞാൻ തുണി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 2 പീസ് തുണി കട്ട് ചെയ്തെടുക്കണം. ഒന്ന് ഹുക്ക് വെക്കാനും പിന്നെ ഒന്ന് അയ്യ വെക്കാനുമാണ്. ഹുക്ക് വെക്കുന്ന ഭാഗം ഉള്ളിലോട്ട് മറിച്ചിട്ട് എടുക്കണം. കാരണം ഞാൻ അത് ലൈനിങ്ങിലാണ് കട്ട് ചെയ്തത്. വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. അതായത് ആദ്യം നല്ല ഭാഗത്തിട്ട് സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ കഴുത്തിന്റെ ഭാഗത്ത് കുറച്ച് കൂടുതൽ ഭാഗം വേണം. ഇത് മടക്കിടുമ്പോൾ ഇതുപോലെ ഫിനിഷിങ്ങിലായിട്ട് കിട്ടും. അതുപോലെ തന്നെ അയി വരുന്ന ഭാഗം ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്തെടുക്കണം. അതായത് ഉൾവശത്തായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് പുറത്തോട്ട് വേണം മടക്കി അടിക്കാനായിട്ട്. ഇനി ഇതുപോലെ ഒന്ന് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം. ഞാനിവിടെ അതൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സ്ലീവ് എങ്ങനെയാണ് ലൈനിങ് വെച്ച് മടക്കി അടിക്കണമെന്നൊന്ന് നോക്കാം. രണ്ടിൻ്റെയും നമ്മൾ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ നമ്മൾ എത്രയാണ് ഇട്ടത് 6 ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ ഉള്ളിലോട്ട് മറിച്ചിട്ടെടുക്കാൻ പാകത്തിന് കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് അതുപോലെ നമ്മൾ നെക്കൊക്കെ ഫിനിഷ് ചെയ്തെടുക്കുന്ന പോലെ ഉള്ളിലോട്ട് മറിച്ചിട്ടെടുത്ത് ബാക്കിയൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ വീഡിയോയിൽ പഫ് ഇടുന്നതൊന്നും കാണിക്കണില്ല. ഞാനിവിടെ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയണം. ആരോണ് ഞാനതൊന്നും കാണിക്കാത്തത്. ഇങ്ങനെയാണ് അപ്പോൾ വന്നിട്ടുള്ളത്. ഞാൻ താഴെ ഭാഗം ഒരു പീസ് വെച്ചിട്ട് ഹെമ്മിങ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ നെക്കും ഞാൻ ഹെമ്മിങ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്തൊന്ന് കൂടെ നിൽക്കണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.